ഹായ് നമസ്കാരം. ഞാൻ അപ്പുക്കുട്ടൻ കടിമേനി. ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉണങ്ങിയ അടക്ക, അതായത് കൊട്ടയടക്ക പൊളിക്കുന്ന ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് മെഷീൻ വന്നപ്പം എല്ലാവരും മെഷീനിലേക്ക് മാറി. പക്ഷേ ഞാനിപ്പോഴും ഈ രീതിയിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കിവിടെ പൊളിക്കാൻ ആളെ കിട്ടും. പിന്നെ അതുമാത്രമല്ല, അവർക്കൊരു തൊഴിലും കൂടിയായി. മെഷീനിൽ പൊളിക്കുന്ന അതേ റേറ്റിൽ തന്നെ പൊളിച്ചിട്ട് പിന്നെ വേറൊരു ഒന്ന് രണ്ട് ഗുണങ്ങളുള്ളത്, നമുക്ക് അന്നേരം തന്നെ അടക്ക തിരിഞ്ഞ് കിട്ടി, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഇവരെനിക്ക് വർഷങ്ങളായിട്ട് ഇവർ തന്നെയാണ് പൊളിക്കുന്നത്. മെഷീൻ വന്ന കാലത്ത് ആദ്യകാലത്ത് ഒന്ന് ഞാൻ ഇത് പരീക്ഷിച്ച് നോക്കിയിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇതിലേക്ക് തന്നെ വന്നതാണ്. ഇതിന് ഞാൻ കണ്ടത് മെയിൻ നമ്മുടെ നാട്ടിലെ അവർക്ക് തന്നെ ഒരു തൊഴിലായി എന്നുള്ളതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, അവർ നന്നായിട്ട് തന്നെ പൊളിച്ചു തരും. ഇവർ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് നമുക്ക് ഇങ്ങനെ പൊളിക്കുന്നവർ, അവർ നന്നായിട്ട് പൊളിക്കുന്നുണ്ട്. അമ്പാനെ, എങ്ങനെയുണ്ട് അടക്ക? എത്ര കിലോ ഒരുക്കും ഒരു ദിവസം? ഒരുക്കും അല്ലേ? കുഴപ്പമില്ല, 50 ഒരുക്കും അല്ലേ? മാധവാ, ഇതുണ്ട്. എങ്ങനെയുണ്ട് അടക്ക? അല്ല അല്ലേ? എത്ര കിലോ ഒരുക്കും? ഒരുക്കും അല്ലേ? ഓക്കെ, നല്ലത്. അടക്ക കർഷകർക്ക് വളരെ പ്രതിസന്ധിയാണ്. കാരണം അടക്കയ്ക്ക് ഇപ്പോൾ വിലയൊക്കെ ഉണ്ട്, 48, 49, 50 ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബാക്കിലുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കും അറിയാറില്ല. ഒരു വർഷം അടക്ക പൊളിച്ച് വെയിലത്തിട്ട് ഉണക്കി ഇത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ വില കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ചിലവൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും മെച്ചമൊന്നും ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു കാര്യം, അടുത്ത വർഷത്തേക്ക് നമ്മുടെ കാലാവസ്ഥ മഹാമോശമായിരുന്നു. നാട് മുഴുവൻ മഹാകളി വന്നിട്ട് അടക്കയെല്ലാം പോയിരിക്കാനുള്ളത്. അടുത്ത വർഷം എന്താണെന്നൊന്നും അറിയില്ല. സമയത്ത് നമുക്ക് മരുന്നടിക്കാനൊന്നും പറ്റിയില്ല. തുടർച്ചയായ മഴയാണല്ലോ. അടക്ക കർഷകർ ഏറ്റവും ബുദ്ധിമുട്ടാക്കുന്നത് മഹാളി എന്ന രോഗമാണ്. അത് അടക്ക പഴത്തിന് മുമ്പേ അതിന് ഫംഗസ് വന്നത് വീഴും. സമയത്ത് മരുന്നടിക്കാൻ പറ്റിയാൽ അടക്ക കിട്ടും. പക്ഷേ ഈ വർഷം വൻ പരാജയമാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും. കർഷകനെ ഈ രീതിയിലൊന്നും ആരും സഹായിക്കില്ല, സർക്കാരൊന്നും സഹായിക്കുന്നില്ല. എന്തായ കർഷകനായി പോയില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് നന്ദി, നമസ്കാരം. ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.